ആരുമില്ല. ഇത് തന്നെ പറ്റിയ സമയം. സാധനം ഇതിലൊഴിച്ചെങ്കിനോട് ആരും കാണൂല. അപ്പാപ്പ ഇത് കൊറേ ട്രെയിൻ കളിച്ചിട്ടുള്ള തന്നെ പണ്ട്. പെൻഷൻ കിട്ടാറായി. ഓരോ കള്ളൂടെ തന്നിരുന്നെങ്കിൽ പെൻഷന്റെ ആവശ്യമില്ലായിരുന്നു. പെൻഷൻ വാച്ചാലും കള്ളു കുടിക്കാത്തല്ല. എടി പാറോ, നീ പോയി മരുന്നെടുത്ത് കുടി ഇടി ചെമേര. ഞാൻ ഇന്നലെ അച്ഛനും വാങ്ങി ചെമേര മരുന്ന് അവിടെ ഇരിപ്പുണ്ട്. നീ അത് പോയെടുത്ത് കഴിക്കും. അല്ലാതെ ചുമ്മാ കുറച്ച് എടുത്ത് നിന്നോന്നാരും. അപ്പൊ പോയി തട്ടിയിടാതെ അമ്മളുടെ കളിച്ചാണ്. അത് കുടിക്കല്ലേ ഈശ്വര. എല്ലാം പോയി. ഇവിടത്തെ പുറത്ത് ഇന്നത്തോടെ തീർന്നു ഭഗവാനെ. എന്തടി നിനക്ക് വയ്യേ? അയ്യോ, ഇത്രയും സ്നേഹമുള്ള നിങ്ങളല്ലേ ഞാൻ പറ്റിച്ചോണ്ടിരിക്കണേ. എന്തരടി നീ എന്നെ പറ്റിച്ച? അയ്യോ, നിങ്ങൾ ജോലിക്ക് പോയിട്ട് വരുമ്പോ നിങ്ങളെ പോക്കറ്റ് ഇരിക്കണ പൈസ മൊത്തവും ഞാൻ അടിച്ചു. അപ്പൊ പൈസയൊക്കെ എന്തരി ഇതടി? അരിപ്പാത്രത്തിലും കടയിലും അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. അറിയാത്തോലിരിക്കാം. കൊല്ലത്ത് കടലക്കറി വേണം. ചെമേര മരുന്നിനൊക്കെ ഇത്രയും വലിയ പവർ ഇരുവല്ല ഉണ്ടാടി. കഴിഞ്ഞ ആഴ്ച നിങ്ങൾ എനിക്ക് ചുരിദാർ വാങ്ങിച്ചത് നാരങ്ങളും നിങ്ങൾക്ക് ഞാൻ മിന്നി കലക്കി തന്നേട്ടാ എന്നോട്. അതാണ് എന്റെ വയറ്റിളക്ക ഇതുവരെക്കും തീരാത്ത. ഇടി സാമദ്രോഹി. മക്കള് വാ വാ വാ. ചെമേര മരുന്ന് ജീവിതത്തിൽ കുടിക്കാൻ പാടില്ല. അപ്പൊ അതാണ് കാര്യം. മരിക്കണേന് മുമ്പ് സരളക്ക് 2 ഒഴിച്ചു കൊടുത്തിരുന്നെങ്കിൽ അവള് സ്വർണവും പൈസയൊക്കെ എവിടെയാണ് വെച്ചിരിക്കണെന്നെങ്കിൽ പറഞ്ഞതിന് അബദ്ധമായി പോയി.